രാജ്യത്ത് മുസ്ലിം ജനസംഖ്യയിൽ വൻ വർധനവുണ്ടായെന്നും ഹിന്ദുക്കളുടേത് കുത്തനെ ഇടിഞ്ഞെന്നും അവകാശപ്പെട്ട പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി ESCPM പുറത്തുവിട്ട റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിൽ വിദ്വേഷ പ്രചാരണവുമായി ഏഷ്യാനെറ്റിൻ്റെ കന്നഡ വാർത്താ ചാനലായ സുവർണ ന്യൂസ്. ഹിന്ദുക്കളുടെ കണക്ക് പറയാൻ ഇന്ത്യൻ പതാകയുടെ ചിത്രവും മുസ്ലിങ്ങളുടെ കണക്ക് പറയാൻ പാകിസ്ഥാൻ പതാകയുടെ ചിത്രവുമാണ് ഏഷ്യാനെറ്റ് സുവർണ ന്യൂസ് നൽകിയത്. മെയ് 9 സംപ്രേഷണം ചെയ്ത ഷോയിലാണ് ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിക്കാൻ പാകിസ്ഥാൻ പതാക ഉപയോഗിച്ചത്. ചാനലിൻ്റെ ന്യൂസ് എഡിറ്റർ അജിത് ഹനമക്കാനവർ അവതാരകനായ സുവർണ ന്യൂസ് അവറിലെ ഹിന്ദു ജനസംഖ്യ കുറഞ്ഞു, മുസ്ലിം ജനസംഖ്യ വൻതോതിൽ വർദ്ധിച്ചു എന്ന എപ്പിസോഡിലാണ് 20 കോടിയോളം വരുന്ന മുസ്ലിങ്ങളെ പ്രതിനിധീകരിച്ച് പാകിസ്ഥാൻ പതാക ഉപയോഗിച്ച് വിദ്വേഷകരമായ ഗ്രാഫിക്സ് നൽകിയത്. ഇതിനെതിരെ കർണാടകയിലെ വിവിധ സംഘടനകൾ പോലീസിൽ പരാതി നൽകി. 65 വർഷ കാലയളവിൽ ഇന്ത്യയിലെ ഹിന്ദു ഭൂരിപക്ഷ ജനസംഖ്യയിൽ 7.81% ഇടിവും മുസ്ലിം ജനസംഖ്യയിൽ 43.15% ഗണ്യമായ വർധനയും ഉണ്ടായെന്നാണ് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതിയുടെ റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് തെറ്റിദ്ധരിപ്പിക്കുന്നതും വസ്തുതാവിരുദ്ധവുമാണെന്ന് ചൂണ്ടിക്കാട്ടി മാധ്യമ പ്രവർത്തകരടക്കം നിരവധി പ്രമുഖർ രംഗത്തെത്തിയിരുന്നു. ഇതിനെതിരെ ശക്തമായ വിമർശനം ഉയരുമ്പോഴാണ് ഏഷ്യാനെറ്റ് സുവർണ ന്യൂസിൻ്റെ ഈ വിദ്വേഷ നീക്കം. അതേസമയം ചാനൽ ചർച്ചയിലെ പതാക ചിത്രീകരണം വിവാദമാവുകയും പ്രതിഷേധം ശക്തമാവുകയും ചെയ്തതോടെ വിഷയത്തിൽ സുവർണ ന്യൂസ് തിരുത്തും ക്ഷമാപണവും നടത്തി. വിവാദ ഗ്രാഫിക് നീക്കി ആ സ്ഥാനത്ത് പൊതു ഹിന്ദു മുസ്ലിം ചിഹ്നങ്ങൾ ഉപയോഗിച്ച ചാനൽ തെറ്റ് അശ്രദ്ധ മൂലം സംഭവിച്ചതാണെന്നും അറിയിച്ചു. സുവർണ ന്യൂസിൻ്റെ യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ തിരുത്തൽ വരുത്തിയ വീഡിയോയാണ് നൽകിയിട്ടുള്ളതും. BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖറിന് ഭൂരിഭാഗം ഓഹരികളുടെയും ഉടമസ്ഥാവകാശമുള്ള ഏഷ്യാനെറ്റ് ന്യൂസ് നെറ്റ്വർക്കിൻ്റെ കന്നഡ വാർത്താ ചാനലാണ് ഏഷ്യാനെറ്റ് സുവർണ ന്യൂസ്. ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ഭൂരിപക്ഷ സമുദായങ്ങളുടെ വളർച്ചയും കുറവും ചിത്രീകരിക്കുന്ന മറ്റൊരു എപ്പിസോഡിനായി ഉപയോഗിച്ച ഗ്രാഫിക്സ് ഈ എപ്പിസോഡിലും ഉപയോഗിച്ചെന്നാണ് ചാനലിൻ്റെ വാദം. ഇതിന് പിന്നിൽ യാതൊരു ദുരുദ്ദേശവുമില്ലെന്നും ബന്ധപ്പെട്ട ടീമിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടയുടൻ നിമിഷങ്ങൾക്കകം പരിഹരിച്ചെന്നും സംഭവത്തിൽ ഏഷ്യാനെറ്റ് സുവർണ ന്യൂസ് ടീം ഖേദം പ്രകടിപ്പിക്കുന്നതായും പ്രസ്താവനയിലൂടെ അറിയിച്ചു. കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി വിവാദ റിപ്പോർട്ട് പുറത്തുവിട്ടത്. മതന്യൂനപക്ഷങ്ങളുടെ പങ്ക് ഒരു ക്രോസ് കൺട്രി അനാലിസിസ് 1950 മുതൽ 2015 വരെ എന്ന പേരിലാണ് പഠന റിപ്പോർട്ട് പുറത്തിറക്കിയത്. ഇക്കാലയളവിൽ ഹിന്ദു ജനസംഖ്യ 84.68% നിന്ന് 78.82% കുറഞ്ഞതെന്നും 1950 9.84% ഉണ്ടായിരുന്ന മുസ്ലിം ജനസംഖ്യ 2015 14.9% വർദ്ധിച്ചെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ ഈ റിപ്പോർട്ടിനും അത് സംബന്ധിച്ച വിവിധ മാധ്യമങ്ങളിലെ വിദ്വേഷ പ്രചരണത്തിനുമെതിരെ പോപ്പുലേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ അടക്കം രംഗത്തെത്തിയിരുന്നു. രാജ്യത്തെ പ്രത്യുൽപാദന നിരക്കിൽ ഏറ്റവും കൂടുതൽ ഇടിവ് മുസ്ലിങ്ങളിലാണെന്ന് പോപ്പുലേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ വ്യക്തമാക്കി. പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതിയുടെ ജനസംഖ്യാ പഠന റിപ്പോർട്ട് മുസ്ലിം വിദ്വേഷം പ്രചരിപ്പിക്കാനായി മാധ്യമങ്ങൾ തെറ്റായി റിപ്പോർട്ട് ചെയ്യരുതെന്നും NGO കഴിഞ്ഞ ദിവസം പ്രസ്താവനയിലൂടെ അറിയിച്ചിരുന്നു. മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുന്നതായി കാണിച്ച് ഭയം സൃഷ്ടിക്കാനാണ് ശ്രമം. ജനസംഖ്യാ വളർച്ചാ നിരക്കിന് മതവുമായി നേരിട്ട് ബന്ധമില്ല. എല്ലാ മതവിഭാഗങ്ങൾക്കിടയിലും മൊത്തത്തിലുള്ള ഫെർട്ടിലിറ്റി റേറ്റ് കുറയുന്നുണ്ട്. മുസ്ലിങ്ങൾക്കിടയിലാണ് ഏറ്റവും കൂടുതൽ ഇടിവെന്നും പോപ്പുലേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ വ്യക്തമാക്കുന്നു. പഠനത്തിലെ കണ്ടെത്തലുകൾ തെറ്റായി റിപ്പോർട്ട് ചെയ്യുന്ന സമീപകാല മാധ്യമ റിപ്പോർട്ടുകളിൽ പോപ്പുലേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ വലിയ ആശങ്കയിലാണ്. ഈ റിപ്പോർട്ട് മുസ്ലിം ജനസംഖ്യാ വർധനയെക്കുറിച്ച് ആശങ്ക പരത്താൻ ഉപയോഗിക്കുകയാണ്. അത്തരം വ്യാഖ്യാനങ്ങൾ കൃത്യമല്ലെന്ന് മാത്രമല്ല തെറ്റിദ്ധരിപ്പിക്കുന്നതും അടിസ്ഥാനരഹിതവുമാണെന്നും പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടുന്നു.